ശ്രീമതി ദീപ്തി മേരി വർഗീസ്, ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കാര്യത്തിൽ എന്താണ് UDFന്റെ നിലപാട്? ഇവിടെ ഇത് യഥാർത്ഥത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് നമുക്കറിയാമല്ലോ, കഴിഞ്ഞ തവണ ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ശബരിമല ഒരു യുദ്ധക്കളമായി മാറ്റിയപ്പോൾ ഏറ്റവും അതൊരു അവസരമായി കണ്ടത് അവരുടെ തന്നെ നേതാവായ ശ്രീധരൻപിള്ള പറഞ്ഞു ഇതൊരു സുവർണ അവസരമാണെന്ന് അവരുടെ ഒരു സ്വകാര്യ യോഗത്തിൽ പ്രസംഗിച്ചു. അത് നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഇപ്പോൾ വീണ്ടും BJPക്ക് ഒരു സുവർണ അവസരം കൂടി CPM കൊടുത്തിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒന്നാമത്തെ കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതൊരു രാഷ്ട്രീയ ലാഭമുണ്ടാക്കുവാനുള്ള ഒരു തീരുമാനമാണ് CPMന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. രണ്ടാമതായിട്ട് BJPയെ സംബന്ധിച്ച് ഇതൊരു അവസരമാക്കി വീണ്ടും അവർക്കൊരു അവസരം കൂടി കൊടുത്തിരിക്കുകയാണ്. കാരണം ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഇവർ ഈ നിലപാട് മാറ്റി, ഇപ്പോൾ ഇവിടുത്തെ CPMന്റെ പ്രതിനിധി പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞല്ലോ നിലപാട് മാറി ഇവിടെ സംസാരിച്ചു. എനിക്ക് തോന്നുന്നു സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ് പോലും ഇതുപോലെ നിലപാട് പറഞ്ഞിട്ടില്ല, കൃത്യമായ നിലപാട് പറഞ്ഞിട്ടില്ല. ഇന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു ആചാരങ്ങളെല്ലാം വിശ്വാസങ്ങളും ഒക്കെ അവരുടെ വിശ്വാസികളുടെ താല്പര്യപ്രകാരം നടക്കട്ടെ എന്ന് പറയുകയാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ മാളികപ്പുറത്തമ്മയുടെ കല്യാണം നടത്തിയ നിങ്ങളുടെ ഈ ഒരു പുതിയ താത്വിക ആചാര്യനുണ്ടല്ലോ, ഒരു പുതിയ തലമുറയെപ്പെട്ട താത്വിക ആചാര്യനായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നേതാവുണ്ടല്ലോ, സ്വരാജ് കഴിഞ്ഞ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് CPM നിലപാടെടുത്ത സാഹചര്യത്തിൽ കേരളം മുഴുവൻ നടന്നു പ്രസംഗിച്ചല്ലോ. അതിന് മാളികപ്പുറത്തമ്മയുടെ കല്യാണം നടത്തുകയും ഇവിടെ പ്രളയമുണ്ടായത് മാളികപ്പുറത്തമ്മയുടെ കണ്ണുനീര് കൊണ്ടാണെന്നും അപ്പോൾ ആ കണ്ണുനീര് കൊണ്ട് പ്രളയമുണ്ടായെന്നും പിന്നീട് ദീപക് മിശ്രയുടെ അടുത്ത് പോയി അയ്യപ്പൻ പോയി പറഞ്ഞുവെന്നും അങ്ങനെ ദീപക് മിശ്ര വിധി പുറപ്പെടുവിച്ചുവെന്നും ഒക്കെ വളരെ പരിഹസിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് കേരള സമൂഹത്തോട് പ്രത്യേകിച്ച് വിശ്വാസികളുടെ മുൻപാകെ പ്രസംഗിച്ച സ്വരാജ് നിലപാട് മാറ്റാൻ തയ്യാറാണോ എന്നറിയണം. ആരിഫ് എന്ന് പറയുന്ന ആലപ്പുഴയുടെ MP വളരെ കൃത്യമായി എത്രയോ മാധ്യമങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ ഇത് നടപ്പാക്കും, ഞങ്ങൾ യുവതികളെ കയറ്റും. CPMന്റെ മുഴുവൻ നേതാക്കന്മാരും മരിച്ചുപോയ കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെ, പിന്നീട് കോടിയേരി ബാലകൃഷ്ണൻ പരാജയം വന്നപ്പോൾ വീടുകളിൽ കയറുന്നതും നമ്മൾ കണ്ടു. വീടുകളിൽ കയറി ആളുകളെ വിശ്വാസികളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ശ്രമവും കണ്ടു. ആ ശ്രമമൊന്നും പക്ഷേ വിലപ്പോയില്ല എന്നുള്ളത് പിന്നീടാണ് CPMന് മനസ്സിലായത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പുതിയ സംവിധാനവുമായി ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിലപാടെടുത്ത CPMന്റെ നേതാക്കന്മാരെല്ലാവരും ആ നിലപാട് മാറ്റി പറയുവാൻ, പ്രഖ്യാപിക്കുവാൻ, വിശ്വാസികളോട് ക്ഷമ പറയുവാൻ, ആചാരങ്ങളെ തകർത്തതിന് ക്ഷമ പറയുവാൻ CPM തയ്യാറുണ്ടോ? CPMന്റെ ഈ നേതാക്കന്മാരൊക്കെ തയ്യാറുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. പിന്നെ ഇതുപോലൊരു സംഗമം നടത്തുമ്പോൾ ഇപ്പോൾ ഗോപികൃഷ്ണൻ ചോദിച്ചു അവിടെ യുവതികളെ കയറ്റുമോ എന്ന് ചോദിച്ചു. നിങ്ങൾ ആദ്യം ആരെയാണ് കൺവിൻസ് ചെയ്യേണ്ടത്? നമ്മളിപ്പോഴും മറന്നിട്ടില്ലല്ലോ, പട്ടാളക്കാരെ വെച്ചുകൊണ്ട് രാത്രിയിൽ അർദ്ധരാത്രിയിലൊക്കെ ശബരിമലയിലേക്ക് ഒരു യുവതിയെ കയറ്റിയല്ലോ. രഹന ഫാത്തിമ എന്ന് പറയുന്ന യുവതി, ബിന്ദു അമ്മണി എന്ന് പറയുന്ന യുവതി. ഈ രണ്ട് യുവതികളെ കൂടി നിങ്ങൾ ഈ സംഗമത്തിന് വിളിക്കണം. എന്നിട്ട് അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണം. ഇപ്പം നിങ്ങളുടെ നിലപാട് മാറിയെന്നും അന്നത്തെ നിലപാടല്ല ഞങ്ങളുടേത്, ഇപ്പോൾ ഇനി മുതൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും പറഞ്ഞ് അവരെയും കൂടി കൺവിൻസ് ചെയ്ത് ഈ സംഗമത്തിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ അവരൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കും. ഈ യുവതികൾ പലരും ഇനിയും അവിടെ കയറുമ്പോൾ നിങ്ങളുടെ ഈ നിലപാട് മാറ്റം മനസ്സിലാകണമല്ലോ. അപ്പോൾ ഇവിടെ കൃത്യമായി എന്താണ് UDFന്റെ നിലപാട്? UDFന്റെ നിലപാട് അന്നും ഇന്നും ഒരേ നിലപാടാണല്ലോ. UDF ഉമ്മൻചാണ്ടിയുടെ സമയത്ത് കൊടുത്ത സത്യവാങ്മൂലത്തിൽ എന്ത് നിലപാടാണ്? എന്താണ് ഈ രാജ്യത്തിന്റെ നിലപാട്? മതേതരത്തിൽ അത് തന്നെയാണല്ലോ. നിങ്ങളുടെ MLA-മാർ പങ്കെടുക്കുമോ? അതിൻ്റെ പങ്കെടുക്കുമോ? അല്ല, അതിൻ്റെ അകത്ത് പങ്കെടുക്കണമെങ്കിൽ അതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്നുള്ളത് CPM വ്യക്തമാക്കണം, ഈ സർക്കാർ വ്യക്തമാക്കണം. എന്തിനു വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് 8 മാസം ശബരിമലയുടെ ഭാവി വികസന പദ്ധതികൾ ചർച്ചയാകുന്ന വേദി, ആത്മീയ നേതാക്കൾ, പണ്ഡിതർ, ഭക്തർ, സാംസ്കാരിക പ്രവർത്തകർ, ഭരണകർത്താക്കൾ എന്നിവരുടെ ഒരു മഹാസംഗമം, ഈ ഭാവി വികസനം എങ്ങനെ വേണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന വേദി. അവിടെ നിന്ന് എന്തിനാണ് കോൺഗ്രസ് വിട്ടു നിൽക്കുന്നത്? കഴിഞ്ഞ സീസണിൽ പോലും, കഴിഞ്ഞ പ്രാവശ്യം പോലും, ഈ ഒരു വർഷം മുമ്പ് പോലും എത്രയോ പരാതികളാണ് ശബരിമലയിൽ ഉയർന്നു വന്നത്. അവിടെ സൗകര്യമില്ല, അവിടെ ഭക്തർക്ക് പ്രാഥമിക കർത്തവ്യം പോലും നടത്താനുള്ള സൗകര്യങ്ങളില്ല, അവിടെ പ്രസാദം കൊടുക്കുന്ന കാര്യത്തിലുള്ള പരാതി, അങ്ങനെ നിരവധിയായ പരാതികളുണ്ട്. ഈ പരാതികളൊന്നും പരിഹരിക്കാൻ കഴിയാത്ത ഒരു ഗവൺമെന്റാണിത്. കഴിഞ്ഞ 9 വർഷമായിട്ട് ശബരിമലയിൽ എന്ത് വികസന പ്രവർത്തനമാണ് ഇവർ ചെയ്തത്? ഇവരവിടുത്തെ ഏറ്റവും
അടിസ്ഥാന പ്രശ്നങ്ങൾ പോലും അഡ്രസ് ചെയ്യാൻ തയ്യാറാകാത്ത ഒരു ഗവൺമെന്റ് അല്ലേ? അപ്പോൾ ഇതൊന്നും ചെയ്യാൻ കഴിയാതെ ഇപ്പോ തെരഞ്ഞെടുപ്പിന് മുൻപ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഒരു അയ്യപ്പ സംഗമം എന്നും പറഞ്ഞ ഒരു പരിപാടി നടത്തുമ്പോൾ അതിന്റെ ഉദ്ദേശശുദ്ധിയെ കുറിച്ച് ഞങ്ങൾക്ക് സംശയമുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ ഒരു വികസനം നടത്തുന്നതാണ് ഇവരുടെ ഉദ്ദേശമെങ്കിൽ അത് കൺവിൻസ് ചെയ്യാൻ കഴിയണം. അത് കൺവിൻസ് ചെയ്യാൻ ഈ നിമിഷം വരെ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. എന്താണ് ഇവരുടെ നിലപാടെന്ന് പറയാൻ പോലും ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. സംസ്ഥാന പ്രസിഡന്റിന്, സംസ്ഥാന സെക്രട്ടറിക്ക് പറയാൻ കഴിയുന്നില്ല. ഇപ്പോ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നിലപാട് പറഞ്ഞിരുന്ന ഒരു നേതാക്കന്മാർക്കും എന്താണ് കൃത്യമായി ഇപ്പോഴത്തെ നിലപാടെന്ന് CPM-ന്റെ നേതാക്കന്മാർക്ക് പറയാൻ കഴിയുന്നില്ല. വിശ്വാസത്തിനെതിരായിട്ടുള്ള ഒരു നിലപാടും ഞങ്ങൾ എടുത്തിട്ടില്ല, ഞങ്ങൾ അത് സ്വീകരിക്കുകയുമില്ല, നാളെയും എടുക്കില്ല എന്നതാണ് അവരുടെ ഇപ്പോഴത്തെ നിലപാട്. വിശ്വാസത്തിനും ആചാരത്തിനും എതിരായിട്ട് ഇവർ എടുത്തതുകൊണ്ടല്ലേ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇങ്ങനെ ഇത്തരത്തിൽ സംഭവിച്ചത്? ശബരിമല ഒരു യുദ്ധക്കളമായി മാറിയത് അത് തന്നെ ആയിരുന്നല്ലോ. ഇവരുടെ നിലപാട് തന്നെ ആയിരുന്നു അതിന്റെ പ്രശ്നം. ഇനിയും എടുക്കില്ല എന്നാണ് പറയുന്നതെങ്കിൽ അത് പൊതുസമൂഹത്തോടെ വിളിച്ചു പറയാൻ ഇവർ തയ്യാറാണ്. ഇപ്പോഴും തയ്യാറായെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇവരൊരു കൈപ്പുസ്തകം ഇറക്കിയിട്ടുണ്ട്, PRD ഇറക്കിയതാണ്. സ്ത്രീകളുടെ ആരാധനാവകാശം സുപ്രീം കോടതി വിധി എന്ന് പറഞ്ഞ 60 പേജുള്ള ഒരു കൈപ്പുസ്തകം PRD ഇറക്കിയിട്ടുണ്ട്. അത് ഇവർ എല്ലാ വീടുകളിലും കൊണ്ട് കൊടുത്തതാണ്. അതെല്ലാം ഇവർ പിൻവലിക്കുന്നുണ്ടോ? ആ കൈപ്പുസ്തകം പിൻവലിക്കുന്നുണ്ടോ? അതിൽ ഇവർ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ, ഇവിടുത്തെ ആചാരങ്ങൾ ലംഘിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ ആചാരങ്ങളൊക്കെ ലംഘിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഈ ആചാര ഞാനിപ്പോൾ ഓർക്കുകയായിരുന്നു. അതായത് CPM-ന്റെ നിലപാട് ഇത് തന്നെയാണ്. പുരോഗമന സമൂഹത്തിൽ ഈ തരത്തിലുള്ള ലിംഗവിവേചനങ്ങൾ ഉണ്ടാകരുതെന്നാണെന്നും, എന്നാൽ ഭൂരിപക്ഷം വരുന്ന വിശ്വാസികൾക്ക് യുവതീ പ്രവേശനം ഒരു ആചാര ലംഘനമായി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിനൊപ്പം നിൽക്കാം എന്നതാണ് ഇപ്പോഴത്തെ നിലപാട് എന്നുമാണ് ശ്രീ PK ഗോപൻ തുടക്കത്തിൽ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഗോപീഷ്, ഒറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഈ ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും കാര്യത്തിൽ ആരാണ് തീരുമാനമെടുക്കേണ്ടത്? ഞാൻ ചോദിക്കുന്നത്, വിശ്വാസിയായിട്ടുള്ള ഒരു സ്ത്രീയെങ്കിലും ഒരു യുവതിയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾക്ക് ശബരിമലയിൽ പോകണമെന്ന് പറഞ്ഞിട്ട്? രഹന ഫാത്തിമയുടെ കാര്യം അല്ല കേട്ടോ ഞാൻ പറയുന്നത്. വിശ്വാസിയായിട്ടുള്ള ഒരു സ്ത്രീയെങ്കിലും ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടോ സർക്കാരിന്റെ മുമ്പിൽ അല്ലെങ്കിൽ കോടതിയുടെ മുമ്പിൽ? ഒരു വിശ്വാസികളായിട്ടുള്ള സ്ത്രീകൾക്കില്ലാത്ത കുഴപ്പം ഇവർക്കെന്താന്നേ? CPM-ന് എന്താന്നേ? ഇവരെന്തിനാന്നേ ശബരിമല യുദ്ധക്കളമാക്കുന്നത്? ഇവരാരാന്നേ ആചാരം ലംഘിക്കാൻ? ആചാരങ്ങൾ തീരുമാനിക്കേണ്ടത് അവിടുത്തെ തന്ത്രിമാരാണ്, അവിടുത്തെ ആചാര്യന്മാരാണ്. ഓരോ മതത്തിനും, ഹിന്ദു മതത്തിന് മാത്രമല്ല, ക്രിസ്ത്യൻ മതത്തിനായാലും ക്രിസ്ത്യൻ അൾത്താരയിൽ ഇപ്പോൾ കുർബാന അർപ്പിക്കുന്നത് പുരുഷന്മാരാണ്. അത് സ്ത്രീകൾ വേണമെന്ന് സർക്കാരിന് തീരുമാനിച്ചാൽ നടത്താൻ പറ്റുമോ? അത് ആ ദേവാലയത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ആ സമുദായമാണ് തീരുമാനിക്കേണ്ടത്.